ഹായ് ഹലോ മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല കിടുക്കാച്ചി ഒരു പുളിമുളക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കറിക്കൊന്നും ഇല്ലെങ്കിലും കുറച്ച് പച്ചമുളക് കുറച്ച് ചുവന്നുള്ളി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഐറ്റം ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു ഒന്നൊന്നര ടേസ്റ്റ്. ഇതുകൊണ്ട് തന്നെ ഒരു കലം ചോറുണ്ണാൻ പറ്റും. അപ്പോൾ അതിന് അടുത്തതായിട്ട് നമുക്ക് വീഡിയോയിലിട്ട് പോകാം. അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചുവന്നുള്ളിയുണ്ട്, വെളുത്തുള്ളി, ഒരൽപ്പം ശർക്കരപ്പൊടി, അതുപോലെ തന്നെ പച്ചമുളക്, കായം, പിന്നെ നമുക്ക് വേണ്ടത് ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും ഞാനിവിടെ, മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് ഒരൽപ്പം കഞ്ഞിവെള്ളം, പുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഇച്ചിരി ഏറെ എണ്ണ ഇതിനൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇതുപോലെ കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടി ഒന്ന് ഞാൻ ചുറ്റി, അല്ലെങ്കിൽ ഉണ്ടല്ലോ കരിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചുമയ്ക്കും, ഒന്നാമത് എപ്പോഴും ജലദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചട്ടി ചുറ്റിച്ച് വയ്ക്കുക. ആ എണ്ണ എല്ലാ ഭാഗത്താകുമ്പോൾ കരിഞ്ഞിങ്ങനെ ഒരു വല്ലാത്ത പുക വരത്തില്ല. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇനി അതിലേക്ക് നമുക്ക് ഉഴുന്ന് പരിപ്പ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി, വലിയ ഇത് വെളുത്തുള്ളി. അപ്പോൾ ഞാനൊരു കൊച്ചുള്ളി വെളുത്തുള്ളി ആണെങ്കിൽ ഉണ്ടല്ലോ ഒരു 10 12 ഒക്കെ എടുക്കുക. ഞാനൊരു 3-4 എടുത്ത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചുമന്നുള്ളി 10 30 ഒക്കെ ഇടാം. അപ്പോൾ 35 വരും. ഇത് കുഞ്ഞുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇതിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹം കൊണ്ടും നിങ്ങളുടെ കരുതൽ കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് കേട്ടോ. അപ്പോൾ ഇനിയും അതുപോലെ മുന്നോട്ടുള്ള എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ ഈ ചാനലിൻ്റെ സപ്പോർട്ടായിട്ട് നിങ്ങളെപ്പോഴും എനിക്ക് വേണം. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് മുളക് ഇതുപോലെ ഒന്ന് കീറി വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ടല്ല, ചെറുതായിട്ട് ഒരു സ്ഥലത്തൊന്ന് കീറി കൊടുത്താൽ മതി. എന്തിനാണെന്നറിയാമോ, ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ. ഒരു 10-20 മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം ഈ ഉള്ളിയും മുളകും എല്ലാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കിപ്പോൾ മുളകെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് കായപ്പൊടി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇച്ചിരി ഏറെ നമുക്കിതിന് വേണ്ടി വരും. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരല്പം ഉപ്പ് എപ്പോഴും ഇങ്ങനെ പുളിയൊക്കെ ഒരുപാട് നമ്മൾ ചേർത്ത് ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി ഉപ്പ് മുന്നോട്ട് നിൽക്കണം. അപ്പോഴേ നല്ലപോലെ ഇതിൽ ഉപ്പൊക്കെ പിടിച്ച് നമുക്ക് പരുവത്തിന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്ന് ഈ മുളകും ഉള്ളി എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് നമുക്ക് വെന്ത് കിട്ടണം. അപ്പോൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വറ്റി വരണം കേട്ടോ. ഈ പുളി വെള്ളത്തിൽ കിടന്ന് വെന്ത് ഇതെല്ലാം ഒന്ന് വറ്റി വരണം. അപ്പം നമുക്കൊന്ന് ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നല്ല തിളച്ച് വറ്റി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ മാത്രമേ ഈ മുളകിനകത്തൊക്കെ നല്ലപോലെ പുളിയും ഉപ്പുമൊക്കെ പിടിച്ച് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കറി വയ്ക്കാൻ ഒന്നുമില്ലെന്ന് വിചാരിച്ചൊന്നും ആരും പ്രയാസപ്പെട്ടിരിക്കേണ്ട. പെട്ടെന്ന് ഒരു 5-6 പച്ചമുളകും അതുപോലെ തന്നെ ഈ ചുവന്നുള്ളിയും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരല്പം കഞ്ഞിവെള്ളം. 1 ഗ്ലാസ് കഞ്ഞിവെള്ളം. നമ്മളെല്ലാവരും ഒന്നും ചോറ് വയ്ക്കുന്നതല്ല. അപ്പോൾ ആ വെള്ളം 1 ഗ്ലാസ് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരല്പം ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോ 1 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. അത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറി ലീഫും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വറ്റി
നല്ലപോലെ ഒന്ന് ഗ്രേവി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടണം. അതുപോലെ ഒന്ന് വറ്റി വരണം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക, ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് വിടാം. അപ്പോൾ എല്ലാം പരുവത്തിനായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ വറ്റിച്ചെടുക്കണം. അപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ ഇത് നല്ലപോലെ വറ്റി വന്നു. ഇനി മൺചട്ടി, അപ്പോൾ ഇനി ഇരിക്കും തോറും ഇത് വറ്റുകയും ചെയ്യും. അപ്പോൾ നല്ല കിടുക്കാച്ചി ഒരു ഐറ്റമായിരുന്നു ഞാൻ തയ്യാറാക്കി എടുത്തേക്കുന്നത്, കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് തന്നെ അറിയിക്കണം. അപ്പോൾ ഇത് ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ ഒരു അല്പം എടുത്ത് അങ്ങോട്ട് കഴിച്ചാൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ. വേറെ ഒരു കറിയും നമുക്കിതിൻ്റെ കൂട്ടത്ത് വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് പ്ലീസ്. അപ്പോൾ ഇതാ എൻ്റെ വീഡിയോ കാണുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.